ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി കണ്ണൂർ റൂറൽ ശ്രീ അനോജ് പലുവാൾ IPS അവർകൾ ready for situation, sir. ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രാർ
സ്റ്റേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ പരേഡ് പരിശോധിക്കുന്നു. ഈ പരേഡിന്റെ ഏറ്റവും മുന്നിലായി KP 4 ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ പ്ലറ്റൂൺ അണിനിരന്നിരിക്കുന്നു. തുടർന്ന് കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റൂൺ, കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റൂൺ, വനിതാ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, SPC, JP പോലീസ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. പരേഡിന്റെ ഏറ്റവും മുന്നിലായി ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ടിൻറ്റു ND നയിക്കുന്ന KP 4 ബറ്റാലിയൻ മാർച്ച് ചെയ്യുന്നു. തുടർന്ന് കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ്, റൂറൽ ഡിസ്ട്രിക്ട് പോലീസ്, വനിതാ പോലീസ് തുടങ്ങിയ വിവിധ പ്ലാറ്റൂണുകൾ അണിനിരന്നിരിക്കുന്നു. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ടിൻറ്റു ND നയിക്കുന്ന KP 4 ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. റിസർവ് സബ് ഇൻസ്പെക്ടർ കണ്ണൂർ സിറ്റി മുഹമ്മദ് MV നയിക്കുന്ന കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. സബ് ഇൻസ്പെക്ടർ പോലീസ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് കണ്ണൂർ റൂറൽ ശ്രീജേഷ് PV നയിക്കുന്ന കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. സബ് ഇൻസ്പെക്ടർ പോലീസ് കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ രേഷ്മ KK നയിക്കുന്ന വനിതാ പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. വർണ്ണസമ്പളവും പ്രൗഢഗംഭീരവുമായ സെറമോണിയൽ പരേഡിന് അകമ്പടിതാളം നൽകുന്ന ശിപായി രാജേഷ് കുമാർ നയിക്കുന്ന TSC കണ്ണൂർ ബാൻഡ്, എക്സൈസ് ഇൻസ്പെക്ടർ കണ്ണൻ KS നയിക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്.
ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷൈജു പി നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. NCC Senior Division SN College Kannur. Platoon Leader Chetan Sai K Senior Under Officer. NCC Senior Division Government Polytechnic Totana. Platoon Leader Abner Jonel Victor Senior Under Officer. NCC Army Public School Kannur. Platoon Leader Pearl Nagra Under Officer. വർണ്ണശബളവും പ്രൗഢഗംഭീരവുമായ ഇന്നത്തെ സെറിമോണിയിൽ പരേഡിന് അകപ്പെടി താളമൊരുക്കുന്ന കണ്ണൂർ ആർമി പബ്ലിക് സ്കൂൾ ബാൻഡ് ഗ്രൂപ്പ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. സ്റ്റുഡന്റ് പോലീസ് കേരളത്തിൽ SPC Kudali Higher Secondary School, Kudali Group Leader Sri Lakshmi N. Student Police Cadet SPC Anjargandi Higher Secondary School, Platoon Leader Drupad PC. Student Police Cadet Kannur Rural District Team, Group Leader Niranjana K. Scout St. Michael's Anglo-Indian Higher Secondary School, Varnasheri, Kannur, Group Leader Mithun PK. Scouts SN Rush Higher Secondary School, Totana. Platoon Leader Agidikshin S. Nair. Guides Areekode Higher Secondary School, Areekode, Group Leader Devika K. Guides Government Girls Higher Secondary School, Payyamala, Group Leader Hannah Rose Tom.
ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ബാങ്ക് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്ത് കടന്നു നോക്കിയാണ് ജൂനിയർ റെഡ് ക്രോസ് കണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ Junior Red Cross, Kodali Higher Secondary School, Kodali, Platoon Leader, Lamha Fatima. റിവ്യൂ ഓർഡർ മാർച്ച് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. Advance review order by the center. Correct march. Red. Just left. Prison. Up. Red! Slope! Up! Red! Order! Up! Red! Standing is... KP 4ാം ബറ്റാലിയൻ Red! Standing is... KP 4ാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ് ടിൻറ്റു ND ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് മുഹമ്മദ് MV റിസർവ് സബ് ഇൻസ്പെക്ടർ കണ്ണൂർ സിറ്റി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ണൻ KS എക്സൈസ് ഇൻസ്പെക്ടർ. NCC സീനിയർ ഡിവിഷൻ ഗവൺമെന്റ് പോളിടെക്നിക് തോട്ടട അബ്നർ ജോണൽ വിക്ടർ സീനിയർ അണ്ടർ ഓഫീസർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPC കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടാളി ശ്രീലക്ഷ്മി N. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPC അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചരക്കണ്ടി ദ്രൗപദ് PC. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPC കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് ടീം നിരഞ്ജന K. സ്കൗട്ട് സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബർണശ്ശേരി കണ്ണൂർ മിഥുൻ PK.
ഗൈഡ്സ് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ അഴീക്കോട് ദേവിക കെ. ഗൈഡ്സ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യാമ്പലം ഹന്ന റോസ് ടോം. റെഡ് ക്രോസ് ബോയ്സ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കടമ്പൂർ തൻഷിക് പി. റെഡ് ക്രോസ് ഗേൾസ് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടാളി ലംഹ ഫാത്തിമ. ബാൻഡ് ഡ്രോപ്പ് DSE കണ്ണൂർ ബാൻഡ് മാസ്റ്റർ സിപ്പായ് രാജേഷ് കുമാർ. ബാൻഡ് ഡ്രോപ്പ് സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഭരണശ്ശേരി ദേവാങ്കര കെ. ഇപ്പോൾ നടന്ന വളരെ പ്രൗഢഗംഭീരവും വാർമലി സബ് ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും ഏറ്റവും മികച്ച ട്രോപ്പിനുള്ള ഉപഹാരം KP 4 ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ്. NCC 3 പ്ലറ്റൂണുകൾ NCC മത്സരിച്ചപ്പോൾ ഏറ്റവും മികച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് 3 ട്രൂപ്പുകൾ മത്സരിച്ചപ്പോൾ ഏറ്റവും മികച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ട്രൂപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ. ഏറ്റവും മികച്ച സ്കൗട്ട് ട്രൂപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടട. ബെസ്റ്റ് സ്കൗട്ട് ട്രൂപ്പ് SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടട. ബെസ്റ്റ് ഗൈഡ്സ് ട്രൂപ്പ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യാമ്പലം. ബെസ്റ്റ് റെഡ് ക്രോസ് ട്രൂപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ. ബെസ്റ്റ് റെഡ് ക്രോസ് ട്രൂപ്പ് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടാളി. Second in command, take over the charge. Red, slow, out. Red, left and right, turn. Red, left and right wheel, quick, march. ഈ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരപഥങ്ങളിൽ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള രക്തസാക്ഷികൾ, അവരുടെയും പാവനമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്, പ്രണമിക്കുക.
ആ മഹാസമരത്തിന് നേതൃത്വം നൽകി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വ ശക്തിയുടെ മുമ്പിൽ നമ്മുടെ ഈ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കരസ്ഥമാക്കാൻ ജീവിതം സമർപ്പിച്ച ലോകാരാധ്യനായ മഹാത്മാഗാന്ധി, അങ്ങനെ ഓർക്കാൻ ആദരിക്കാൻ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന്. ഇവിടെ 78ാമത് സ്വാതന്ത്ര്യ ആഘോഷം കഴിഞ്ഞ് 79ലേക്ക് കടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിസ്തൃതമായ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യം, ആ രാജ്യത്തിൻ്റെ നടപടികളും മുന്നോട്ടുള്ള പ്രയാണവും ലോകം ശ്രദ്ധിക്കുകയാണ്. സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ഭരണഘടനാ മൂല്യങ്ങളും ആ മൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന അധികാരാവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ മഹാരാജ്യത്തിന് ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ഉത്തരവാദിത്വം. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പുതിയ തലമുറയിലെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട മക്കൾ, പോലീസ് അധികാരികൾ, ബഹുമാന്യ ജില്ലാ കലക്ടറും SP ഉൾപ്പെടെയുള്ള പോലീസ് അധികാരികൾ, നമ്മുടെ ജനപ്രതിനിധികളായ കോർപ്പറേഷൻ മേയർ ശ്രീ മഠത്തിൽ, നമ്മുടെ ബഹുമാന്യനായ MLA സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തൂബാരി ഉൾപ്പെടെ പേരെടുത്തു പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ഈ നാടിൻ്റെ വിചാരവും വികാരവും. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, നമ്മുടെ ജനാധിപത്യം പരിപാലിക്കപ്പെടണം, മതേതരത്വം സംരക്ഷിച്ചേ പറ്റും. ഈ കാര്യങ്ങളിൽ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം ആവശ്യമായി വന്നാൽ പോലും ആ സമരപഥങ്ങളിലേക്ക് നീങ്ങാൻ നിങ്ങളും ഞാനും എല്ലാവരും ഒരുപോലെ പ്രതിജ്ഞാബദ്ധരാകേണ്ടതാണ് സാഹചര്യം. ലോകത്തെ ഏറ്റവും വലിയ വികസിതമായ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യം, അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ, ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയണം. ഏതെങ്കിലും വിശ്വാസികൾക്ക്, ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർക്ക്, ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവർക്ക് കണ്ണീർ ഒഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ മഹാരാജ്യത്ത് ഉണ്ടായിക്കൂടാ. ഈ മഹാരാജ്യത്ത് എല്ലാവരും ഒരുപോലെയാണ്. ആ ഒരുപോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന സമത്വസുന്ദരമായ ജനാധിപത്യ അവകാശങ്ങൾ, മതേതരത്വ അവകാശങ്ങൾ, ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മഹാരാജ്യം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതൊരിക്കലും ഒരു ഭംഗം സംഭവിച്ചുകൂടാ. എന്തുകൊണ്ടും സംഭവിച്ചുകൂടാ. നമ്മുടെ ഭരണഘടന അതെല്ലാം തന്നെ ആധികാരികമായി ഈ സമയം വൈകിയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. അത് അധികാരികൾ നൽകുന്ന പാർലമെൻ്ററി ജനാധിപത്യം, അത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് വരെ നീണ്ടു പുരവാശാരമായി കിടക്കുന്ന അധികാരാവകാശങ്ങളുടെ കേന്ദ്രഭൂമികൾ, അതെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് സ്ഥാപനത്തെയും ദുർബലമാക്കുവാനും കീഴ്പ്പെടുത്താനുമുള്ള ഏത് ശ്രമങ്ങളും അത് രാജ്യത്തിന് ഗുണകരമായിരിക്കില്ല. ഈ മഹാരാജ്യം ഉയർത്തിപ്പിടിച്ച എത്രയോ ഉത്കൃഷ്ടമായ സന്ദേശങ്ങളുണ്ട് ഗാന്ധിജിയുടെ. അതുപോലുള്ള മഹാധീര ദേശാഭിമാനികളായിട്ടുള്ള നിരവധി നേതാക്കന്മാരുടെ ജീവിത സമർപ്പണത്തോടെ നേടിയെടുത്ത നിങ്ങളുടെ അധികാരാവകാശങ്ങൾ, നിങ്ങൾക്ക് ജീവിക്കാൻ, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പരമാധികാരത്തോടുകൂടി ഒരു പൗരൻ എന്ന നിലയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിർത്തിയേ പറ്റൂ. അതിൽ കണ്ണീർ പൊഴിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിക്കൂടാ. ആ കണ്ണീർ സഹിക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല ഈ മഹാരാജ്യത്തിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഈ നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രതിജ്ഞയെടുക്കേണ്ട അനർഘമായ ദിനമാണ് ഈ സ്വാതന്ത്ര്യം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ നൽകിയ സ്വാതന്ത്ര്യ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, നമ്മുടെ നാടിൻ്റെ മതേതര ഭാവം, പരമാധികാരം, ഇതൊക്കെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം, അതിൽ കേരളത്തിൻ്റെ സംഭാവന എന്തായിരിക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളൊക്കെ തന്നെ കേരളത്തിൻ്റെ പ്രജകളാണ്, മക്കളാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് പ്രദേശത്തേക്കാളേറെ ഉത്കൃഷ്ടമായ ദേശീയബോധം, വിദ്യാഭ്യാസബോധം,
രാഷ്ട്രീയവും എല്ലാം തുടങ്ങി മാതൃകാപരമായ ഒരുപാട് ശക്തികളും കഴിവുകളും തെളിയിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ പ്രിയപ്പെട്ട നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾ, നമ്മുടെ എല്ലാവരും അടങ്ങുന്ന സമൂഹം പ്രതിബദ്ധതയോടുകൂടി ഈ രാജ്യത്തിൻ്റെ അമൂല്യമായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള ധീരോദാത്ത രക്തസാക്ഷികൾ, ഗാന്ധി ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ഓർമ്മിക്കേണ്ടവരും ആദരിക്കേണ്ടവരും ധാരാളമുണ്ട്. അവരുടെയൊക്കെ വിചാരങ്ങളും വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് പറയുന്ന ദേശാഭിമാനോജ്വലമായ വിചാരങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. ആ രക്ഷാകവചമൊരുക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രതിജ്ഞയെടുക്കുവാനും ആ കാര്യങ്ങൾ നേടിയെടുക്കാനും ഞങ്ങളുണ്ട് എന്ന് പറയാനും കഴിയുന്ന പുതിയ തലമുറ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അമൂല്യമായ അനർഘമായ സ്വാതന്ത്ര്യം, വിശിഷ്ടമായ ഭരണഘടന, മതേതരബോധം, ജനാധിപത്യബോധം അതൊക്കെ ഉന്നീതമാക്കിക്കൊണ്ട് ലോകരംഗത്ത് എന്തായിരുന്നുവോ ഇന്ത്യ, ആ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഈ വർത്തമാനകാലത്ത് നിങ്ങളുടെയൊക്കെ തന്നെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഞാൻ ഈ വൈകുന്നേരത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മഴയുടെ പ്രാതികൂല്യമുണ്ട്, നിങ്ങൾക്കെല്ലാം പോകാനിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തുള്ള ഔപചാരികമായ പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് ഇവിടെ അണിനിരന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പരിപാടികൾ, പട്ടാളക്കാരും പോലീസുകാരും സേനാ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും, അതോടൊപ്പം ഞാനിവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാന്യരായ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ, ജില്ലാ കലക്ടർ, SP തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരോടൊപ്പം പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള പ്രമുഖരായ വ്യക്തികൾ, കോർപ്പറേഷൻ മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഈ സംഗമീയത വാസ്തവത്തിൽ നമ്മുടെ ദേശാഭിമാനത്തിൻ്റെയും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അതിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. ഈ 78ാമത് വർഷം കഴിഞ്ഞ് 79ലേക്ക് പദമൂന്നുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യം, ഭരണഘടനാ മൂല്യങ്ങളും സ്വാതന്ത്ര്യവും മതേതരത്വം പരിപാലിക്കാനുള്ള മഹത്തായ മുന്നേറ്റത്തിൽ എന്ത് സമർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ സന്നദ്ധമാകണം എന്ന ഒരു തീരുമാനം നമുക്കെല്ലാം സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമേ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അണിനിരന്ന എല്ലാവർക്കും, പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥിനികളായിട്ടുള്ള സുഹൃത്തുക്കൾ, പോലീസ് സേനാ വിഭാഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, ഇത് സാക്ഷ്യം വഹിക്കാൻ പ്രാതികൂല്യത്തിൻ്റെ കാലാവസ്ഥയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും എത്തിച്ചേർന്ന എല്ലാവർക്കും നിങ്ങളുടെ പ്രതിനിധി നിലക്ക് എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ദേശീയ പതാക, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തിൻ്റെ പ്രോജ്വലിക്കുന്ന ചിഹ്നമായ ദേശീയ പതാക നിങ്ങളെവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ അത് വിളിച്ചുയർത്തിയിരിക്കുന്നു എന്നുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ, അധികാരത്തിൻ്റെ, എല്ലാറ്റിൻ്റെയും സർവോത്കൃഷ്ടമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.